ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് നമ്മുടെ അമ്മ ഡോഗിനെയും കുട്ടികളെ എങ്ങനെ കിട്ടി എന്നുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ഒന്ന് ലേറ്റായി. അപ്പോൾ കുറേ പേർക്കൊക്കെ നല്ല ഡൗട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി. ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും കൂടി ഈ വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ ബാക്കി നമ്മളെ കുഞ്ഞുങ്ങൾ അഡോപ്ഷൻ ചെയ്തതും അവരെവിടെയൊക്കെ പോയെന്നും ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം ഒരുപാട് പേര് എന്താ പറയുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ പറ്റി ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയേണ്ട എന്ത് കാര്യങ്ങളായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടിട്ട് അതിനുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പം മാക്സിമം എല്ലാവർക്കും ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ ചോദിക്കുക. അപ്പോൾ എനിക്ക് അതൊക്കെ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ അടുത്ത് ആൻസർ പറയാം. കാരണം കുറേയൊക്കെ എനിക്ക് ആൻസർ പറയാനുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ എന്താണോ ഉള്ളത് അതെനിക്കൊന്ന് കമൻറ്റ് ചെയ്തിടുക ഈ വീഡിയോയുടെ താഴെ. അപ്പോൾ എന്തായാലും ഞാൻ കമൻറ്റ് ചെയ്തിടാം. ഫസ്റ്റ് നമുക്ക് അമ്മ ഡോഗിനെ ഇവിടെ നിന്നാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലത്തെ ഒരു കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഒന്നും കൂടെ ഇടുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സംഭവം നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക, ഇവരുടെ അവസ്ഥയും ഇവരെങ്ങനെയാണ് കിടന്നത് കണ്ടല്ലോ. നിങ്ങൾ ആ ചെളിയൊക്കെ പിടിച്ച് കിടന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ട് ഇവിടെ വരെയായിരുന്നു. കാരണം നമുക്കറിയത്തില്ലായിരുന്നു ഇവൻ ഇവിടെ പ്രസവിച്ച് കിടക്കുന്ന കാര്യം. എൻ്റെ അമ്മാമ്മ വഴി ഞാൻ അറിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക കുറച്ച് ഫുഡൊക്കെ കൊണ്ട് ഇവിടെ വന്നതാണ് നോക്കാൻ. കാരണം നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പം കുട്ടികൾ നനയുന്നുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ എന്താണെന്ന് വന്ന് നോക്കാൻ വന്നതാണ്. അപ്പം വന്ന് നോക്കിയപ്പം ഒരുപാട് എന്താ പറയുക, നനഞ്ഞ് ചെളിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റ് ഇടാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കതിൽ വിഷമം ഉണ്ടെങ്കിലും അത് അവരുടെ എനിക്ക് മനസ്സിലാവും. ഇപ്പം ഞാനായാലും ആ ഒരു വീഡിയോകൾ കാണുമ്പം ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് ഓരോരുത്തരുടെ സാഹചര്യമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എന്നോടൊന്നും തോന്നല്, ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ വിഷമം തോന്നിയാൽ ഞാൻ എല്ലാവരുടെയും ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ല, എനിക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്നുള്ള വഴി തിരഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുട്ടികളെടുത്ത് ഇവൾ കടിക്കുമോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ തന്നെ കുഞ്ഞുങ്ങൾ അവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം. കാരണം ഇവിടെ മൊത്തം പൊത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചാക്കൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. കാരണം മുകളിലത്തെ ഷീറ്റോ അങ്ങനെ എന്തോ ഇട്ടിരുന്നത്. അപ്പം ആസ്പെറ്റോസോ അങ്ങനെ എന്തോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ പൊട്ടി വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് ഇവിടെയാണ് വരണത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചാക്കയും ഒരു തുണി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ട് വീണ്ടും വിഷമമായി. അതിനൊന്ന് കിടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പ്രസവിച്ചിട്ടിരിക്കുവാണ് കുട്ടി. അപ്പം നമുക്കൊരു അതും ഒരു ജീവിയല്ലേ ഗൈസ്. അപ്പം അതിനും റെസ്റ്റൊക്കെ വേണ്ടേ. ഇതൊക്കെ വലിയ പാടുള്ള ജോലിയല്ലേ ഈ അമ്മയൊക്കെ ആവുന്നത്. അതുകൊണ്ട് അതിന് കിടക്കാനോ ഇരിക്കാനോ ഒരു സൗകര്യമില്ല. അവർക്ക് നേരെ ചൊവ്വേ പാല് കൊടുക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഞാൻ എന്താ പറയുക, അമ്മ ഡോഗിനെ പിടിച്ചോ, ഞാൻ എന്ത് ചെയ്യാം, കുട്ടികളെ ഓരോന്നായിട്ട് എടുക്കാം എന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, അമ്മ പിടിച്ചോണേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഓരോന്നിനും വേഗം എന്ത് ചെയ്തു, ഒരു കവറിലാക്കി ഒരു സഞ്ചിയിലാക്കിയിട്ട് പെട്ടെന്ന് ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. കാരണം എന്നെ അത്ര അറിയത്തില്ല. ഞാൻ കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നത് ഞാനല്ല, അമ്മ ഫുഡ് കൊടുക്കും. അതുകൊണ്ട് അമ്മേനെ എന്നെക്കാളും കുറച്ചും കൂടെ സ്നേഹമാണ്. അതുകൊണ്ട് അമ്മമാരെയാണല്ലോ, നമ്മളെ പോരാളികളെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇവർക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയാണെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ അള്ളിപ്പിടിച്ച് വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കറിയാം, ഇത്രയും ദൂരമേ ഉള്ളൂ ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക്. അതുകൊണ്ട് ഞാൻ ഇത് ഇടാതിരുന്നതും ഇതൊക്കെ കൊണ്ടാണ്. കാരണം ഇവിടെ വെച്ച് 2 പേരെ അവൾ കടിച്ചായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, പ്രസവിച്ചിരിക്കുന്ന ടൈമിൽ ഇവരെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, ഈ വെള്ളവും പിടിച്ച് ഇങ്ങനെ കിടക്കണ ഒരു 6-7 ജീവനാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്തത്, വെള്ളമൊന്നും കയറൂല എന്ന് വിചാരിക്കണം, ഇവിടെ കൊണ്ട് അവരെ സേഫാക്കി വിട്ടത്. പിന്നെ അപ്പുറത്തായാലും ഇപ്പുറത്തായാലും അവൾ ഈ ഒരു ഏരിയയിൽ നിൽക്കണ ആരെയായാലും കടിക്കും. അതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ നിന്നില്ല, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും എന്നെ ഒന്നും പറയരുത്, ഇത് കണ്ടിട്ട് ഞങ്ങളാണ് കാരണം ഇവരെ ഇവിടെ കൊണ്ട്, അങ്ങനെയൊന്നും അല്ല. എനിക്ക് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, വെള്ളത്തിൽ നിന്ന് മാറ്റി അവരെ ഒന്ന് രക്ഷിക്കണം. നമുക്ക് ആ ഒരു പാവ ഏൽക്കാൻ വയ്യാത്തതുണ്ടായിരുന്നു. കണ്ടിട്ടും ഇവരെ ഒന്നും സഹായിക്കാണ്ട് പോയാൽ ദൈവം പോലും പൊറുക്കത്തില്ല നമ്മളെ. അതൊക്കെ കൊണ്ടാണ് നമ്മൾ പിന്നെ ഇവരെ എന്താ പറയുക തുടച്ച് വൃത്തിയാക്കി. നമുക്ക് വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ എന്ന് വെച്ചാൽ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ കുഴപ്പമില്ല. നിങ്ങൾ എൻ്റെ വീടിൻ്റെ സ്ഥലമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. ഒട്ടും സ്ഥലമില്ല അവിടെ, മൊത്തം എന്താ പറയുക, നമുക്ക്
നമുക്ക് തന്നെ എന്താ പറയുക, നമുക്ക് സന്തോഷമാണെങ്കിൽ നമുക്ക് ഇവരെ ഒരു മൃഗങ്ങളെ ഒന്നും വളർത്താനുള്ള ഒരു സ്പേസ് ഇല്ല. നമുക്ക് ഫ്രണ്ട് ഗേറ്റാണ്, അതുകൊണ്ട് റോഡാണ്, അങ്ങനെ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു ഇതൊക്കെ വിരിച്ച് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഒരു കുട്ടീനെ അവളെ എന്നെ കടിച്ചെടുത്തോണ്ട് കണ്ടോ അവിടെ വെച്ച്. അവളുടെ ആ ഒരു സന്തോഷം, പെട്ടെന്ന് അവൾക്ക് ആ ഒരു കിടക്കാൻ പറ്റുന്ന ഒരു സന്തോഷം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ അവൾ പെട്ടെന്ന് ആ ഒരു നനഞ്ഞു കോവുന്ന വെള്ളമൊക്കെ ആയി ചെളിയും പിടിച്ച് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്ക് കണ്ടോ ഒരു കിടക്കാൻ പറ്റിയ ഒരു സ്ഥലമായപ്പോൾ കുട്ടികളെല്ലാം സേഫാക്കി അവളെ അടുത്തോട്ട് വരുത്തുകയാണ്. നിങ്ങൾക്ക് അവളുടെ ഫേസ് കണ്ടാൽ മനസ്സിലാവും അവളുടെ ആ ഒരു സന്തോഷവും കുട്ടികളെ സേഫാക്കിയതിലും. അവിടെ കിടന്നിരുന്നെങ്കിൽ, കാരണം വെള്ളമൊക്കെ ആയി 2 ദിവസത്തെ മഴയത്തിൽ തന്നെ ഇവരൊക്കെ പോയേനെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഭാഗ്യത്തിനാണ് ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് കിടത്തിയപ്പോൾ അവർക്കും എന്താ പറയുക വെള്ളമൊന്നും നനയാണ്ട് നമ്മൾ തുടച്ചും വൃത്തിയാക്കിയൊക്കെ എന്താ പറയുക ചെളിയും വെള്ളവും എല്ലാം നമ്മൾ തുടച്ചിട്ടാണ് കുട്ടികളെല്ലാം ഇവിടെ കിടത്തിയിട്ടുള്ളത്. അവരെയൊക്കെ വൃത്തിയാക്കി നമ്മുടെ അമ്മ ഡോഗും അവരെയൊക്കെ നല്ല രീതിക്ക് നക്കി തുടയ്ക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ചെളിയും വെള്ളമൊക്കെ ആയിരുന്നു കുട്ടികളെ ദേഹത്തൊക്കെ. പിന്നെ നമ്മൾ അവൾക്കും തുടച്ചു കൊടുത്ത്, കാരണം അവളും എന്താ പറയുക ഇങ്ങനെ നനഞ്ഞ് ചെളിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അവിടെ ഇട്ട് കൊടുത്തിട്ട് നോക്കിയപ്പോൾ അവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ക്ലീനാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്, അവളിനെ കടിക്കുമോ എന്നൊക്കെ. കാരണം നമ്മളിങ്ങനെ കുട്ടികളെടുത്ത് എടുക്കുമെന്നൊക്കെ ഉള്ള പേടി കാരണം കടിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്കും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനും അങ്ങനെ എന്ത് ചെയ്തു, ഒന്ന് പേടിച്ച് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ട നല്ല പേടിയുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കുട്ടികളെ രക്ഷിച്ചത്. അങ്ങനെ എന്താ പറയുക, ഒരുപാട് പേരെ കമൻറ്റ് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ വെള്ളം എടുത്ത് ഒഴിച്ച് വിട്ടു എന്നിട്ട് വീണ്ടും ആ കമൻറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ താഴെയും വരും. നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ സ്നേഹം കാണിക്കണം, നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ ഉള്ളൊരു നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് തന്നത്. ഈ വെള്ളത്തിലും ചെളിയിലും കിടന്നവരെയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് 3-4 നേരം ഫുഡൊക്കെ കൊടുത്ത്. സത്യം പറഞ്ഞാൽ വെള്ളം ഒഴിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവൾ ഈ കുട്ടികളെ ഇവിടെ ഇട്ടിട്ട് അവിടെ വന്ന് ഫുഡും കഴിച്ച് 3 നേരവും കഴിച്ചിട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഈ ആൾക്കാരെ വഴി പോയണ 1-2 പേരെ വീണ്ടും കടിക്കുകയും ചെയ്തു. അപ്പോൾ അവർ നമ്മളടുത്ത് നഷ്ടപരിഹാരം ചോദിക്കുന്നു. നമുക്ക് ഒരു പ്ലാനും ഇല്ല ഇവളെ അഡാപ്ഷന് നമുക്ക് എടുക്കാനോ, അങ്ങനെ ഒരു പ്ലാനും ഇല്ല. പിന്നെ ആരെങ്കിലും ഈ വീഡിയോയിൽ കണ്ട് എടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ എല്ലാ വീട്ടിലും പറഞ്ഞു വിടാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവരവരെ കാര്യം ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അങ്ങനെയാണ് ഒരുപാട് പേരെ സപ്പോർട്ടൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഇവരെ എന്ത് പറയാം 5 പേരെ നമുക്ക് അഡാപ്ഷന് കൊടുക്കാൻ പറ്റി. ഈ വെള്ളം ഒഴിച്ച കാര്യം ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയാണ്, ഒരുപാട് പേര് ഇതിലെ കൂടി പോകുമ്പം കടിക്കണ പട്ടി എന്നുള്ളൊരു ലേബൽ അവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ കല്ലും കമ്പും ഈ വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഇവിടെ ഓട്ടിക്കാനും അടിക്കാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് പറയാൻ പറ്റത്തില്ല അയ്യോ അടിക്കല്ലേ അതൊരു പാവമാണ്, അത് ഇങ്ങനെ പ്രസവിച്ച് കിടക്കുകയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കടിക്കണ പട്ടിയായി അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം പോയിട്ട് ഇവർക്ക് ഇങ്ങനെ എടുത്ത് എറിയണ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമമായിട്ട് അവളങ്ങ് പോയി അവിടെ ആ വീട്ടിൽ സേഫായിട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് വെള്ളം എടുത്ത് ഒഴിച്ചതും. നമ്മൾ അവൾക്ക് വേദനിക്കില്ല, വെള്ളമല്ലേ ഒഴിച്ചത്, അവൾക്ക് നക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ചും അവൾ അങ്ങ് വീട്ടിൽ പറഞ്ഞു വിട്ട് കുഞ്ഞുങ്ങളടുത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയെങ്കിലും നെഗറ്റീവ് പറയുന്നവർക്ക് ഇതൊരു എന്താ പറയാ, ഞങ്ങൾ ഇതാണ് സംഭവം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിവിടെ നിൽക്കുന്നു പിടി കണ്ടോ ഓടിച്ചല്ലേ. എനിക്കിത് തറയിൽ വെക്കാൻ തോന്നുന്നില്ല, ഭയങ്കര ഒരു ബൊമ്മക്കുട്ടികൾ എടുത്ത് വെച്ചിങ്ങനെ പോലെ തോന്നുന്നുണ്ട്, കൊടുക്കാൻ തോന്നുന്നില്ല. നമ്മളെ കുട്ടിക്ക് വയ്യാത്ത കുട്ടിയാണ്, അവൾ മരുന്നൊക്കെ ഇട്ട് കൊടുത്തു, എന്നാലും ഇട്ട് കൊടുത്തു നോക്കി പാവം. ഞാൻ 3 കൊണ്ടിട്ട് ചക്കരയല്ലേടി മുത്തല്ലേ കുഞ്ഞേ നീ കൊണ്ടുവിട്. ചേച്ചിക്ക് പേടിയായോണ്ടല്ലേ വെച്ച് ഞാൻ വെച്ച്.
അങ്ങനെ ഞങ്ങൾ പട്ടിക്കുട്ടികളെ കാണാൻ വന്നതാണ്. ദാ നമ്മളെ സൗണ്ട് കേട്ടപ്പോഴേ അങ്ങനെ ദൂരേനെ ഒരുത്ത ഓടി നമ്മൾ അടുത്ത് വരുന്നുണ്ട്. ഒരുത്തനല്ല കൈസ്, എനിക്ക് എന്തോ അങ്ങനെ പറഞ്ഞൊരു ശീലമായി. ദാ ഇവള് ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവക്ക് ഒരു സമാധാനം ഇല്ല, വയോ വയോ എന്നുള്ളൊരു വിളിയാണ്. നമുക്ക് അത് മനസ്സിലാവും കേട്ടോ. ആ ഒരു ആക്ഷനും ആ ഒരു നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതും ആ ഫ്രണ്ടിൽ നിന്ന് പോകുന്നതും ഒക്കെ ഒരു വല്ലാത്തൊരു നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ. അപ്പം എന്തോ അങ്ങ് എത്തിയിട്ട് വീണ്ടും നമ്മളെ നോക്കി നിൽക്കും. ദാ തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ വഴി കൂടിയാണ് അവൻ്റെ വീട്. ആ മഞ്ഞ കളറാണ് അവൻ്റെ വീട്. അപ്പോൾ നമ്മൾ അവിടെ പോയത് ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വായോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ദിവസമായി വന്ന് കണ്ടിട്ട്, അന്ന് വന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുട്ടികൾ കണ്ണ് തുറന്നെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇവൻ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതൊന്നും ഒരു മുടക്കവും ഇല്ല. അവൻ വന്ന് ഫുഡ് രണ്ടു നേരം വന്ന് കഴിക്കാൻ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ. നമ്മൾ കുട്ടികളെ കാണാൻ വന്ന് എനിക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. എനിക്ക് ആ ഒരു പേടിയൊന്നും മാറിയിട്ടില്ല. ഞാൻ അങ്ങനെ പട്ടിയൊന്നും നമ്മളെ വീട്ടിൽ വളർത്താത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ പട്ടികളെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പൂച്ചയൊക്കെ ഓക്കെ, അത് നമ്മൾ കടിക്കാൻ ഓട്ടിച്ചാൽ നമ്മൾ കൈനെ കടിച്ചാൽ പോലും നമ്മൾ പിടിക്കും. പക്ഷേ പട്ടിയുടെ ഒരു കാര്യം ആയില്ല ഗൈസ്, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. 2-3 പേര് കണ്ണൊക്കെ തുറന്നു. ഇതാണ്ട ഇത് കണ്ണ് തുറന്നു. പക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ണ് തുറന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കുഞ്ഞു പാവകളൊക്കെ സ്റ്റഫ് ചെയ്ത് വെക്കൂലേ, അതുപോലെ ഉണ്ടായിരുന്നു. നല്ല വണ്ണമുണ്ട് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയണം, നമ്മളെ കുട്ടികളെ അയച്ചിരുന്നതായിരിക്കും. എനിക്ക് അറിയത്തില്ല ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടാണ്. ഒരാൾ കണ്ണ് തുറന്നു, ഒരാൾ കണ്ണ് തുറന്നില്ല. ബാക്കി ഇതുപോലെ തന്നെ 1-2 കണ്ണ് തുറന്നു, ബാക്കിയൊന്നും കണ്ണ് തുറന്നിട്ടില്ല. പിന്നെ എന്തോ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട് അമ്മാമ്മയുടെ വീട്ടിൽ. കണ്ടോ, പട്ടി അവളെ ഒന്നും ചെയ്യത്തില്ല. കാരണം അതിന് മനസ്സിലായി ഇവളെ ഇനി കടിച്ചാലും ഒന്നും അവള് കൊച്ചിനെ തരൂല. നമ്മൾ മയത്തിലൊക്കെ നിന്നാലേ കുട്ടിയെ കിട്ടുകയുള്ളൂന്നും പറഞ്ഞു. അതിന്റെ വയറ്റിൽ എന്തോ മുറിവുണ്ടായത് നമ്മളിപ്പോ വന്നപ്പോ കണ്ടതാണ്. അയ്യോ, കുറുക്കിലാണ് ഗൈസ്. എനിക്ക് എന്തോ പെട്ടെന്ന് കണ്ടപ്പോ എന്തോ പോലെയായി. എന്നുവെച്ചാ ഒരു പാവല്ലേ, കുഞ്ഞല്ലേ. ഇതിന്റെ കണ്ണു പോലും തുറന്നില്ല. ഇതിന്റെ വയറ്റിൽ നോക്ക്. നക്കിയായിരിക്കുമല്ലേ? നക്കിയാ ഇങ്ങനെ വരുമോ? എന്തോ കൊണ്ടതോ എന്തോ എന്താണെന്ന് അറിയില്ല ഗൈസ്. ഫ്രണ്ടിലോട്ട് ഇതാണ് പട്ടിക്കുട്ടി. ഇവിടെ ഇതൊന്നുള്ള പേടിച്ചിരിക്കുന്നേ. എടി മിണ്ടായി എടി, അത് ഞങ്ങൾ വിട് പറഞ്ഞു എല്ലാരെയും. എനിക്ക് എല്ലാരും കാണി, എനിക്ക് നല്ല പേടിയോ. ഇതാണ് ഏറ്റവും ഇളയത്. എന്നിട്ട് അത് വെള്ളനെ കാണിച്ചു കൊടുത്ത് അതെല്ലാം കൂടെ. വീരല്ലേ, 4 പേരല്ലേ ഉള്ളൂ, ബാക്കി ആരെയും കൊണ്ടോ? ഇവൻ ഫുഡ് കണ്ടല്ലോ, നിങ്ങൾ കഴിക്കണ കണ്ടല്ലോ, നമ്മളപ്പോൾ കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഫുഡ് കൊണ്ടുവന്നില്ല. ഇവൻ എന്തെങ്കിലും കൊടുക്കാണ്ട് പോണത് മോശമല്ലേന്ന് വിചാരിച്ച് നമ്മൾ പാല് കൊണ്ടുവന്നു. മോശമൊന്നല്ല ഗൈസ്, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ പാവം അത്. അതുകൊണ്ട് പാല് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ അപ്പുറത്തുള്ള വീട്ടിലുള്ള ആൻറ്റി ആയിട്ട് സംസാരിക്കുകയായിരുന്നു. കാരണം ഇവന് ഫുഡ് അവർ കൊടുക്കും, പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പൊ അവരെ കാണുമ്പോൾ അതാണ് വഴി കേട്ടോ. അപ്പൊ ആ വഴി പോകുമ്പം ഇവൻ അവരെ കടിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ അവര് വടിയൊക്കെ കൊണ്ടാണ് പോണത്. അതുകൊണ്ട് അമ്മാമ്മ എന്ത് ചെയ്ത് ആ ഗേറ്റ് ഒന്ന് അടച്ചു പൂട്ടി ഇട്ട് കൊടുത്തു. അപ്പൊ അവർക്ക് ഇപ്പൊ ഇത്തിരി പേടിയാണ് ഇവനെ. എന്ത് പറയാനാ. ഇപ്പം അവർ പറയുവാണ് അവന് കുട്ടിയായപ്പം ഭയങ്കര ജാടയെന്ന്. ഇപ്പൊ അവൻ കടിക്കാൻ വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്തവനാണ്. ആരെ അടുത്തുള്ളവരൊന്നും കടിക്കില്ലേ പറ്റി, എനിക്ക് നല്ല അടി തരും. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു വഴി പത്താണി എവിടെയുണ്ട് പറഞ്ഞു. ഈ വെള്ളക്കുട്ടിയാ
ആർക്കെങ്കിലും ഈ പട്ടിക്കുട്ടികളെ വേണമെങ്കിൽ വന്ന് അഡാപ്റ്റ് ചെയ്യണം ഗൈസ്. ഇത്രയും കുട്ടികളുണ്ട്, എല്ലാരും ഉറങ്ങാണ്. അയ്യോ പോവല്ലേ തല. ഗൈസ് ആർക്കെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ തള്ളയെ വേണമെങ്കിൽ നോക്കണം. 6 കുട്ടികളാണ്. കുട്ടികളാണ് കണ്ടല്ലോ. 1 2 3 4 5 6 കുട്ടികളുണ്ട്. ഈ തള്ളയെ കുട്ടിയായി താഴെ നിർത്തടി. പിടി കുഞ്ഞു. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൈസ് ഇപ്പോഴും. പിന്നെ ഇത് നമ്മൾ ഫുഡ് കൊടുക്കണോണ്ടാണ് അതിന്റെ കുട്ടികളെ ഞങ്ങളെ എടുക്കാൻ സമ്മതിക്കുന്നത്, അല്ലാണ്ട് ഇത് ഞങ്ങളുടെ പട്ടിയല്ല. അപ്പൊ അതിന് പേരിൽ നിങ്ങൾ ആരും ഞങ്ങളെ വഴക്കൊന്നും പറയരുത്, ആരും ദേഷ്യപ്പെടരുത്. ഞങ്ങളാണ് ഇത് എന്താ പറയാ വളർത്തണേ, അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ. നമ്മളിത് ഇതിനെ കണ്ടിട്ട് തന്നെ 1 മാസമേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ തന്നെ അത് 2 നേരം ഫുഡ് നമ്മൾ അവിടെ കഴിക്കാൻ വരുന്നുണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് കോളേജിൽ പോകണം, പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇതിനെ വന്ന് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് വന്ന് കഴിക്കണത് കൊണ്ടാണ് ഈ കുട്ടികളും നല്ല സുന്ദരിമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ പാലുകൂടിയല്ലേ ഉള്ളൂ, അപ്പം അത് ഫുഡ് കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല വണ്ണത്തിന് ഇരിപ്പുണ്ട്. അപ്പം ഇനിയിപ്പം ഇത് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കറിയത്തില്ല എന്താവുമെന്ന്. കാരണം അമ്മയ്ക്ക് ഇത്രയും നല്ല ഒരുപാട് ദൂരമുണ്ട്, അത് പ്രസവിച്ചിട്ടിരിക്കുന്ന നല്ല ദൂരത്തിന് അങ്ങാണ്. അതുകൊണ്ട് എന്നും അമ്മയ്ക്കൊന്നും വന്ന് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഈ പട്ടിക്കുട്ടികൾ എന്ത് ചെയ്യും, അമ്മ ഡോഗിനെ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്ന് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങി. അല്ലാണ്ട് ഞാൻ വല്ല ആണ്ടിലൊക്കെ ഇടുന്ന വീഡിയോസ്, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ കാര്യങ്ങൾ അപ്ഡേഷനും ഒരുപാട് പേരുടെ കമന്റ് റിപ്ലൈ ഒക്കെ തന്നിട്ട് അവർ പറഞ്ഞു ഇന്ന ആനിമൽ റെസ്ക്യൂവിൽ കോൺടാക്ട് ചെയ്ത് നോക്കൂ, ഇന്ന ഫേസ്ബുക്കിൽ ഇന്ന ആളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യും, അവർ സഹായിക്കും, ഇന്ന ആള്. ഇവരെയൊക്കെ വിളിച്ച് നോക്കിയിട്ട് ഒരു റെസ്പോൺസ് ഇല്ല ഗൈസ്. സത്യം പറയല്ല, നമ്മൾ ഇതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൽ ഏകദേശം ആൾക്കാരും ഫേക്കാണ്. അവർക്ക് സത്യം പറയാം ഈ ഫേമസ് ആകുക, പിന്നെ കുറെ പേർക്ക് ഇതിന്റെ പേരിൽ ഉള്ള ഒരു അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ. ഇതിന്റെ അകത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ ആരും ഹെൽപ്പ് ചെയ്യില്ല, ഇവരാണെങ്കിൽ ആർക്കും വേണ്ട. പിന്നെ ഞാൻ എന്താ പറയാ, ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മൃഗ ഡോക്ടറിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പം ഇവർ പറയുവാണ് നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, ഇവരൊക്കെ ഇങ്ങനെ സ്ട്രേ ഡോഗ്സ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക തെരുവിൽ കിടക്കുന്നവരാണ്, ഇവരൊക്കെ രക്ഷിക്കാൻ നടന്ന അതിനെ വലിയ ഇതൊക്കെ നിങ്ങൾക്ക് അതിനവിടെ കൊണ്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ നോക്കിക്കൂടെ, പിന്നെ നിങ്ങൾ വല്ല മേനക ഗാന്ധിയാണോ, ഇതൊക്കെ ചോദിക്കണാണെന്ന് നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാണ്ടാവും കേട്ടോ. പിന്നെ അതിനുശേഷം സജിനി ആൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി നമ്മളെ കോൺടാക്ട് ചെയ്തു, നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തു. പിന്നെ ആൻറ്റി ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തു. ആൻറ്റി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, നമുക്ക് വേണ്ടിയല്ല, നമ്മളെ പോലെ എന്താ പറയുക നമ്മളെ കാള് കഷ്ടപ്പെട്ട് ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്ത്. അങ്ങനെ അഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ആനിമൽ റെസ്ക്യൂറിനെ വിളിച്ചു നോക്കി, അവർ ഹെൽപ്പ് ചെയ്താണ് നമ്മളെ അമ്മ പട്ടീനെയും വന്ധീകരിക്കാൻ അവർ സ്പോൺസർ ചെയ്തതും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തതും അവർക്കുള്ള 1 വർഷത്തെ ഇഞ്ചക്ഷനും അതും ഇതും വാക്സിനും ഒക്കെ എന്ത് ചെയ്തതാണ് ഈ ആൻറ്റിയും അഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ആനിമൽ റെസ്ക്യൂർ ചേച്ചിയൊക്കെ കൂടിയാണ് എല്ലാ ഹെൽപ്പും ചെയ്തത്. ഇങ്ങനത്തെ കുറേ പേരുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ കുറച്ച് പേരൊക്കെ നല്ല ആൾക്കാരുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ നോക്കി ഇവരെ കാര്യങ്ങൾ നോക്കിയവരൊന്നും നമ്മളൊന്നും അല്ല. അവരെ നോക്കുമ്പോൾ അവരാണ് ഈ ടെൻഷൻ ആവശ്യം. കുട്ടിയൊക്കെ എങ്ങനെയുണ്ട്, അവരിപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ടോ, നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്തു തരണോ, ഇനി നമ്മളുടെ ഈ വല്ല ഫീമെയിൽ ഡോഗ് ഉണ്ടെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്യുക 6 മാസത്തിന് ശേഷം വന്ധീകരിച്ച് തരാം. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്ത് കൊടുക്കണവരടുത്ത് പറയണം, നമ്മളിങ്ങനെ ചെയ്തു തരും, ഉപേക്ഷിക്കരുത്. എന്തായാലും അടുത്ത് ഇവരെ വിശേഷങ്ങളും ഇവരെ അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാം പാർട്ട് 2-ൽ ഇട്ടേക്കാം. കാരണം വീഡിയോ വലുതായി പോയി, പറഞ്ഞും അവരെ കാണിച്ചും. അപ്പോൾ എന്തായാലും പാർട്ട് 2-ന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ബൈ ബൈ.